ശ്രീ വിശാഖം തിരുനാൾ മരിച്ചിനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എന്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ശ്രീ വിശാഖം തിരുനാളിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരിച്ചീനി ഇനം ശ്രീ വിശാഖ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ്. അടുത്തത് ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ 1891, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ 1896 ഇവ സമർപ്പിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ രാജാവ്. 1886 കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരി. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് 1886. 1895 നാഞ്ചിനാട്ട് കോതയാർ അണയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ്. 1896 തിരുവിതാംകൂറിൽ ജമ്മി കുടിയൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ആരംഭിച്ച രാജാവ്. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങൾ 8. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ് 1922. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് 1908 മെയ് 27 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആരംഭിച്ചത്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ടി രാമറാവു. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചു. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാട് നീങ്ങിയ തിരുവിതാംകൂർ രാജാവ്. റാണി സേതുലക്ഷ്മിബായി. ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജന്റായി ഭരണം നടത്തി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം 1925 നിർത്തലാക്കി. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ 1925 രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം 1926 പാസാക്കിയ ഭരണാധികാരി. മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നു. ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച് തിരുവിതാംകൂർ ഭരണാധികാരി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരി. റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ M.E. വാട്സ്. റാണി സേതുലക്ഷ്മി ബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925. അടുത്തത് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി. തിരുവിതാംകൂറിന്റെ വ്യവസായ വൽക്കരണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 നടത്തിയ രാജാവ്. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ ഗവർണർ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ്. പുന്നപ്ര വയലാർ സമരകാലത്തെ 1946
തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ രാജാവ്. ശ്രീചിത്തിര തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ CP രാമസ്വാമി അയ്യർ. ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി 1939 തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരി. 1938 മുതൽ 1947 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ 1947 സെപ്റ്റംബർ 4. തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1948 മാർച്ച് 20. പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 120. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ AK ജോൺ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വച്ച് 1991 അന്തരിച്ചു.